ബി.ജെ.പി നേതാവ് ശോഭാ സുരേന്ദ്രന് ജമാഅത്തെ ഇസ്ലാമിയുടെ വക്കീൽ നോട്ടീസ്. ശ്രീനിവാസൻ വധക്കേസിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പങ്കുണ്ട് എന്നും ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണ് എന്നുമുള്ള പരാമർശത്തിലാണ് ഇങ്ങനെ ഒരു നീക്കം. മുഹമ്മദ് ഷഹീദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചെന്നത്. ഷഹീദ്, ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ വിഷയത്തിലെ പ്രതികരണത്തിലെ നിലപാട് എന്താണ്? ശോഭാ സുരേന്ദ്രൻ വക്കീൽ നോട്ടീസിനോട് പ്രതികരിച്ചിട്ടുണ്ടോ? രതീഷ്, പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് ബി.ജെ.പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. RSS നേതാവ് ശ്രീനിവാസൻ വധക്കേസിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ബന്ധമുണ്ടെന്നും ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്നും ഒക്കെയായിരുന്നു വിമർശനം. ഇതിലാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ജനറൽ സെക്രട്ടറി ഷിഹാബ് കോക്കൂട്ടൂർ, അഭിഭാഷകൻ അമീൻ ഹസൻ മുഖേനയാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ്, അല്ലെങ്കിൽ പരസ്യമായി മാപ്പ് പറയണം എന്നൊക്കെയാണ് നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ വോട്ടിന് പണം നൽകിയെന്ന ശോഭാ സുരേന്ദ്രനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ ശോഭാ സുരേന്ദ്രൻ ഇത്തരം ആരോപണം ഉന്നയിച്ചത്. ഇത് തനിക്കെതിരെ ഉയർന്ന ഈ പണം നൽകി വോട്ട് നൽകി വാങ്ങാൻ ശ്രമിച്ചു എന്ന ആരോപണത്തെ മറികടക്കാനും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിച്ച് വോട്ട് ശേഖരിക്കാനും നടത്തിയ ശ്രമമാണ് എന്നാണ് വക്കീൽ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. കേസിൽ പങ്കെന്ന പരാമർശത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ശോഭാ സുരേന്ദ്രന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്.